പതുക്കെ കൂർക്കം വലിക്ക്. ഡാഡി ഇതെന്ത് എനിക്ക് പഠിക്കാൻ പറ്റണില്ല. ഡാഡിക്ക് എന്ത് പറ്റി? ഇന്നലെ സെക്രട്ടേറിയറ്റിന്റെ അവിടെ സമരം ഉണ്ടായല്ലോ. പക്ഷെ നിരാഹാരം കിടക്കാൻ പറ്റിയില്ല ഡാഡിക്ക്. അവിടെ ചെന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കാൻ തുടങ്ങിയപ്പോ പോലീസ് ഒന്ന് ഓടിച്ചല്ല അതിന്. ആ വാശിക്ക് വന്ന് കിടക്കണതാ. അയ്യോ ഒന്നും ചെയ്തേക്കരുത്. സെക്രട്ടേറിയറ്റ് അല്ല, ഞാൻ തങ്കമാണ്. എന്തുവാ ഈ രാവിലെ? ഒന്നല്ലെങ്കിൽ സമരം, അല്ലെങ്കിൽ ഈ വീട്ടിൽ കിടന്ന് ഒരു പണിക്കും പോവരുത് ക്ലീറ്റ. എന്തെല്ലാം കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട്. ചായ വേണം. ചായ തന്നാ കുടിക്കും. എന്നേക്ക് തന്നില്ലെങ്കിൽ കുടിക്കൂല. എഴുന്നേക്ക്. ഞാൻ ഇച്ചിരി നന്നാവാൻ തീരുമാനിച്ചു ചെറുതായിട്ട്. എങ്ങനെ? ഏത് വിധത്തിൽ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. മോളെ ഡാഡി നന്നാവാൻ തീരുമാനിച്ചെന്ന് പറയുന്നു. അതെ, അത്ര വിപുലമായിട്ട് ഞാൻ നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല. ചെറിയ രീതിയിലൊന്നും നന്നാവാൻ തീരുമാനിച്ചു. തിരിഞ്ഞ് അതെ, അതല്ല ഞാൻ പറയട്ടെ. ഞാൻ പറയാം. അതായത് നമുക്ക് കുറച്ച് നാളത്തേക്ക് ഈ പാർട്ടി പ്രവർത്തനം ഉണ്ടല്ലോ, അതങ്ങ് നിർത്താം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ജോലി എന്ന് പറഞ്ഞാൽ അങ്ങനെ കട്ടിപ്പണിയല്ല, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അത് ഇപ്പോൾ ഒരു മുറുക്കാൻ കട ഇട്ടാലും ഒക്കെ നമുക്ക് കാര്യങ്ങൾ നടന്നു പോവല്ലോ. എന്തോരം ആൾക്കാർ അങ്ങനെ ചെയ്യുന്നു. അതെ, പാലായിൽ തറവാട്ടിൽ പോണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ അമ്മയും അച്ഛനും കാണണ്ടെന്ന് പറഞ്ഞാലും ഞാനത് സഹിക്കും. പക്ഷേ ഈ പാർട്ടിയെ കളയാന്ന് പറയുമ്പോൾ ഒരു മനപ്രയാസമുണ്ട്. പക്ഷേ ഇന്നലത്തെ സംഭവം ആലോചിച്ച് കഴിഞ്ഞാൽ പാർട്ടി വേണ്ടെന്നുള്ളതാണ്. അതാണ്. ഒന്നല്ലെങ്കിൽ പാർട്ടിക്ക് ഗുണം വേണം ക്ലീറ്റോനെ കൊണ്ട്, അല്ലെങ്കിൽ ക്ലീറ്റോയ്ക്ക് ഗുണം വേണം പാർട്ടിനെ കൊണ്ട്. ഇത് രണ്ടും ഇല്ലല്ലോ. ഇത് നിങ്ങൾ രണ്ടുപേരും രക്ഷപ്പെടും. ക്ലീറ്റോ അതിൽ നിന്ന് മാറിയാ. ഒരുപാട് അങ്ങോട്ട് ഉപദേശിക്കല്ലേ സംഘം. ക്ലീറ്റോ പറയും, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറ. എന്തിനിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ വെറുതെ പോവല്ലേ ക്ലീറ്റോ? നല്ല ജീവിതമല്ലേ കളഞ്ഞു പോണേ. ഞാനേ ഇനി ഞാൻ എടുപിടി എന്ന് പറയാൻ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമല്ല. ഇനി എന്തെങ്കിലുമൊക്കെ ഇനി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കണമെങ്കിൽ ചരിത്രത്തിന്റെ ഭാഗമാവണ രീതിയിൽ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഇറങ്ങിയില്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയ ഭാവി എല്ലാം അവതാളത്തിലാവും. അപ്പൊ അത് നടക്കൂല. അതെ, നടക്കണ ഒരു കാര്യം ഞാൻ പറയാം. അതൊരു ചായ എടുത്തുണ്ടോ? നടക്കൂലേ? അത് നടക്കും. അത് ഞാനല്ലേ ചെയ്യണം. നിങ്ങളുടെ കാര്യങ്ങളെ നടക്കാതിരിക്കുള്ളൂ. എന്റെ അമ്മ ഒരു ചായ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. നീ ഇങ്ങോട്ട് കയറി വാടേ. നീ ഇങ്ങോട്ട് വാടേ, ഒരു അത്യാവശ്യ കാര്യം ഉണ്ടേ. നീ എന്താ വീട്ടിൽ കയറൂലേ? ഒരു കണക്കിന് രാവിലെ നീ വീട്ടിൽ കയറാതിരിക്കുന്നത് നല്ലത്. ഞാൻ അങ്ങോട്ട് വരാം. നീ ഇങ്ങോട്ട് വാടേ, ഒരു അത്യാവശ്യം പറയാനല്ലേ ഞാൻ വന്നത്. എന്താടാ കാര്യം? നീ എന്തോടെ വീട്ടിനകത്ത് ഇരിപ്പായ? എന്തോ വീട്ടിനകത്തങ്ങ് ഇരിപ്പായ? അല്ല, വെളിയിറങ്ങണേ സമാധാനം വീട്ടിൽ ഇരിക്കണേ. നല്ലത് സമരം അങ്ങനെ ആയിരുന്നല്ലോ. ഇത് അതുപോലെ ഒന്നുമല്ല. നീ ഇങ്ങോട്ടൊന്ന് വന്ന, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. നീ ഒന്ന് വാടേ, വന്നാലേ കാര്യം അറിയാൻ പറ്റത്തുള്ളൂ. അകത്തിരുന്ന് പറഞ്ഞൂടെ? നമുക്ക് അങ്ങോട്ട് മാറി സംസാരിക്കാം. ഞാനേ എല്ലാം വെച്ച് അവസാനിപ്പിക്കാനായിട്ട് ഇരിക്കുകയാണ്. എന്തോന്ന് വെച്ച് അവസാനിപ്പിക്കാൻ പോകുന്നു? എല്ലാം നിങ്ങളായിട്ടുള്ള കൂട്ടുകെട്ടാണ് ആദ്യം അവസാനിപ്പിക്കാതിരിക്കണം. ആ കൂട്ടുകെട്ട് അവസാനിപ്പിക്കുന്നത് നിന്റെ കുറെ തരിയുടെ കൂട്ടുകാരുണ്ടല്ലോ, അവന്മാരൊക്കെ ആദ്യം പിരിച്ചുവിടും. നീ ഇങ്ങോട്ട് പോ, ഒരു കാര്യം പറയാൻ വിളിക്കുന്നു. എന്തെങ്കിലും ഒരു അത്യാവശ്യം പറയാൻ ഡിമാൻഡ് അറിയാ. മധുരം കുറച്ചെന്നെ എടുത്തേ. എനിക്ക് ഷുഗറൊന്നുമില്ല. ഒന്നുമില്ല. ഇനി ചെറിയൊരു ബിസ്ക്കറ്റ് വല്ലതും വേണോ കഴിക്കാൻ? ഇപ്പൊ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് വരുമ്പോ ഒരു പൊതി ബിസ്ക്കറ്റ് ഇവിടെ വാങ്ങിച്ചോണ്ട്. ഒരു കൊച്ചക്കുള്ള വീടല്ലേടാ.
ഇവിടെ വന്നിട്ട് ബിസ്ക്കറ്റ് ഉണ്ടോ ഇനി നാളെ വരുമ്പോൾ വാങ്ങിച്ചോണ്ട് വരാം. അതെന്തെങ്കിലും ആവട്ടെ. എന്താ പറഞ്ഞെന്താ? അതൊന്നുമില്ല, അതൊക്കെ വേറെ ബസ്സിൽ കാര്യം പറയാം. ചുമ്മാ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ നോക്കുന്നു ഞാൻ അവതരിപ്പിച്ചു. നീ ചായ കുടിക്കും. അല്ലാളിയാ അതെ, നമ്മളിത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസത്തിനകത്ത് സാധനം ഇവിടെ കിട്ടും? എടാ ഇത് 4 ദിവസത്തിനകത്ത് കിട്ടും. 4 ദിവസത്തിനകത്ത് കിട്ടും. 4 ദിവസത്തിനകത്ത് കിട്ടും, ഒരു പ്രശ്നമില്ല. നീ എന്നും ഈ ചായ തന്നെ കുടിക്കുന്നത്, ഒരു ചൂടൊന്നും ഇല്ലല്ലോ ചായക്ക്. എനിക്ക് മതി. അപ്പോൾ അളിയാ ഞാൻ പോട്ടെ. അപ്പോൾ എല്ലാം പറഞ്ഞ കണക്കാ, കാര്യങ്ങൾ ഓക്കെ ആയിക്കോ. ശരി ശരി, ഞാൻ വിളിക്കാം തന്നെ, വൈകിട്ട് വിളിക്കാം. വൈകിട്ട് കാണാമല്ലെങ്കിൽ. ഓക്കെ. പറയണട്ടാവും മറ്റേ ഒന്ന് രാജകീയ ചായ കുടിച്ച് നടക്കണമല്ലോ, കട്ടനാണ് അവൻ വീട്ടിൽ കുടിക്കണം. ഇനി പറയും. പറയും, അവിടെ എന്താ പറഞ്ഞെന്ന് പറ. അതെ, ചെറിയൊരു ബിസിനസിനെ കുറിച്ചാണ് സംസാരിച്ചത്. എന്താന്ന്? നീ ഉണ്ടാക്കി ഈ ചായയല്ലേ, ഈ ചായയുടെ ബാക്കി വന്ന തേയിലയില്ലേ, ആ തേയില നീ എന്ത് ചെയ്തു? ഞാൻ തിന്നു. എന്തെങ്കിലും ആധികാരികമായിട്ട് സംസാരിക്കുമ്പോ ഈ വേണ്ടാത്ത വർത്താനം പറയും. എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോ ആനാന്ന് ചോദിക്കുമ്പോ ചേനാന്നല്ല മറുപടി പറയേണ്ടത്. അത് അതിൻ്റെതായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചോദിച്ചത്. സാധാരണ തേയില എന്താ ചെയ്യണേ? അങ്ങോട്ട് എറിഞ്ഞു കളയും. എങ്ങോട്ട് എറിഞ്ഞു കളയും? അങ്ങോട്ട് എറിഞ്ഞ് മുറ്റത്തോട്ട് എറിയും. തൊട്ടടുത്ത പറമ്പിലോട്ട്. അതെനിക്കറിയില്ല, എറിയുമ്പോ എവിടെയാണ് പോയി വീണ അവിടെ പോയി. നമ്മുടെ തൊട്ടടുത്തുള്ള പറമ്പ് രാജൻ സാറിന്റെ പറമ്പ്, അവിടോട്ടാണ് പോയി വീണത്. ഇനി അത് അയാൾ കണ്ടിട്ട് അവിടെ നിന്ന് വന്ന് പ്രശ്നം ഉണ്ടാക്കി, എന്തിനാ ഞങ്ങൾ ഇതിലിടുന്നത്, അവർ തിരിച്ച് ഇങ്ങോട്ടിട്ട് അങ്ങോട്ടിട്ട് ആ വേസ്റ്റിന്റെ പേരിൽ വലിയൊരു പ്രശ്നം ഉണ്ടാവും. അതെ, നമ്മുടെ നാട് ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും സങ്കീർണമായൊരു പ്രശ്നം എന്താണെന്ന് പറയാം. കൊതുക്. കൊതുക് അതൊരു ചെറിയ പ്രശ്നം. ഈ കൊതുക് ഉണ്ടാവാനുള്ള കാരണം എങ്ങനെയാണ് അത് പറയും. കൊതുക് ഉണ്ടാവുന്നത് മുട്ട ഇട്ടിട്ടുണ്ടാവും. കൊതുക് മുട്ട ഇടണമെങ്കിൽ അതിനൊരു ഇടം വേണമല്ലോ. ആ ഇടം അത് ആ സാഹചര്യം എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. വെള്ളം കെട്ടിക്കിടക്കണോണ്ട്. ഈ വെള്ളം കെട്ടിക്കിടക്കുന്നത് എന്തുകൊണ്ടാണ് അത് പറയും. മഴ പെയ്യുന്നോണ്ടുള്ള കുന്തം എല്ലാം പറയാ, വേസ്റ്റ് വേസ്റ്റ് വേസ്റ്റ്, അതാണ് അതിന്റെ പ്രധാന കാരണം. അത് പറയരുത്. നമ്മുടെ നാട്ടിൽ ആവശ്യമില്ലാത്ത വേസ്റ്റുകൾ കുമിഞ്ഞു കൂടുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. ഇപ്പോൾ ഒരു ചിരട്ട, അത് നമ്മൾ തേങ്ങ ചിരണ്ടിയിട്ട് ആ ചിരട്ട അങ്ങോട്ട് കളഞ്ഞാൽ അത് വേസ്റ്റായി. അതിൽ വെള്ളം കെട്ടിക്കിടന്ന് അവിടെ കൊതുക് വരുന്നു മുട്ടയിടുന്നു. ഇനി ഒരു പ്ലാസ്റ്റിക് കുപ്പി, അത് ഇവിടെ ഉപയോഗം കഴിഞ്ഞാൽ അത് കളയുമ്പോൾ അതിൽ വെള്ളം കിടക്കുന്നു, അതിൽ കൊതുക് വന്ന് മുട്ടയിടുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മൂല കാരണം. കൊതുക് പെരുകാനുള്ള ഒരു കാരണവും വേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കുമിഞ്ഞു കൂടുന്ന ഈ വേസ്റ്റ് നമ്മളത് നിർമ്മാർജ്ജനം ചെയ്യാൻ പോകുന്ന ഒരു പുതിയ പദ്ധതിയെക്കുറിച്ച് സംസാരിക്കാനാണ് അൻസാർ വന്നത്. ആര് നിർമ്മാർജ്ജനം ചെയ്യാൻ പോണ്? ഞാനും അൻസാറും ഒക്കെ കൂടെ ചേർന്നിട്ട്. നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യും. ഇപ്പൊ ഇവിടുന്ന് പോയില്ല, ഒരു നീല ഷർട്ടും ജീൻസും ഇട്ടൊരു വേസ്റ്റ്, അതിന് എവിടെയെങ്കിലും കൊണ്ടുവന്ന് നിർമ്മാർജ്ജനം ചെയ്യുക. അപ്പൊ നിങ്ങൾ രക്ഷപ്പെടും. ഇടിയും അവൻ എന്നോട് അല്പ സ്നേഹമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി വന്നപ്പോൾ ഉടനെ തന്നെ എൻ്റെ അടുത്ത് വന്നത്. ഇത് കേരളത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല. എന്റെ ക്ലീറ്റോ പിന്നെ എങ്ങനെ ക്ലീറ്റോ ചെയ്യൂന്നേ പറയണേ. അവൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരനുണ്ട്, ബോംബെയിലെങ്ങാണ്ടാണ്, എന്തോ ജോബി എന്നെന്തോണ് പേര്. അപ്പോൾ അവനാണ് ഈ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് നമ്മൾ ഇവിടെ ഈ മെഷീനറി ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ വേസ്റ്റ് എല്ലാം അതിലൂടെ നിർമ്മാർജ്ജനം ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിലൊരു സാധനം വരും. അത് ഭയങ്കര ഇതുള്ളൊരു വളമാണ്. ഏത് ചെടി കിട്ടാലും അത് അപ്പം തന്നെ തഴച്ചു വളരും. അങ്ങനത്തെ ഒരു സാധനമാണ് ഈ വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ആർക്കും അറിഞ്ഞൂടാത്തൊരു കാര്യമാണ്. എല്ലാവരും ഇപ്പോൾ ഇവിടെ നിലവിൽ ഇറങ്ങിയിട്ടുള്ളത് അതിങ്ങനെ നിർമ്മാർജ്ജനം ചെയ്ത് ഇതാക്കുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതിപ്പോ പണ്ടേ വേറെ ആരെങ്കിലും ഒക്കെ ചെയ്യൂലായിരുന്ന ക്ലീറ്റോ? വലിയ വലിയ മന്ത്രിമാര് നോക്കിയിട്ട് നടക്കാത്ത കാര്യം. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് കേരളത്തിൽ വന്നിട്ടില്ല, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. നമ്മുടെ കേരളത്തിലോട്ട് ഇത് ഇറങ്ങാൻ പോവാണ്. അതിന് മുന്നോടിയായിട്ട് ഒരു സംഭവം വന്ന് പറയാം. അപ്പോൾ എന്നോട് പറഞ്ഞ ക്ലീറ്റോ നീ ഈ ജില്ല നോക്ക്, ഞാൻ അപ്പുറത്തെ ജില്ല കൊല്ലം ജില്ലയിൽ ഞാൻ ഇത് പദ്ധതി നടപ്പിലാക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ ഇത് ഡെവലപ്പ് ചെയ്യാം. ഇത് ക്ലീറ്റോന് എന്തുകൊണ്ട് പ്രയോജനം വേണ്ടേ? ക്ലീറ്റോ വെറുതെ എന്തെങ്കിലും ചെയ്താൽ മതിയോ? അതെ, ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സങ്കീർണമായ പ്രശ്നം വേസ്റ്റാണ്. ഈ വേസ്റ്റുകൾ കൊണ്ട് അവിടെ ഇവിടെ വലിച്ചെറിയണുണ്ട് ആൾക്കാർ, കണ്ടിട്ടല്ലേ നീ? എന്നിട്ട് അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പോൾ CCTV ക്യാമറ വരെ പല സ്ഥലത്തും വെച്ചിട്ടുണ്ട്. ഈ ക്യാമറയ്ക്ക് എത്ര രൂപ ചിലവെന്നറിയാം? 50,000 1 ലക്ഷം രൂപ വരെ ചിലവുണ്ട് ഈ ക്യാമറ കൊണ്ട് വെക്കണതിന്. ഈ മെഷീനറി ഇത് നിർമ്മാർജ്ജനം ചെയ്യണ ഈ മെഷീൻ ഇറക്കാൻ വെറും 10,000 രൂപ നമ്മൾ ആദ്യം അടച്ചാൽ മതി, ബാക്കി ക്രമേണ അടച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ആ വളം ഉണ്ടല്ലോ, ആ വളം നമുക്ക് പാക്കറ്റിലാക്കി നമുക്ക് വീടുകൾ തോറും വിതരണം ചെയ്യാം. അതും വെളിയിൽ കൊടുക്കണ്ട, നിങ്ങളുടെ കുടുംബശ്രീയിലെ പെണ്ണുങ്ങൾ വഴി നമുക്ക് വിൽക്കാമല്ലോ, ചെയ്തൂടെ? അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത് ആർക്കൊക്കെ ഗുണമുണ്ടാവുന്നുണ്ട്. ഈ വേസ്റ്റ് വലിച്ചെറിയുന്ന അവർക്ക് ആ രാത്രി പോയി വലിച്ചെറിയുന്ന പേരുദോഷം ഇല്ലാതാകുന്നു. ഗവൺമെൻറ്റിന് അവിടെ ഇവിടെയും ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുന്നുള്ള ആ പേരുദോഷം നമ്മുടെ ഭരണകൂടത്തിനുണ്ടാവില്ല. പിന്നെ നമ്മുടെ ഈ ചേച്ചിമാർക്ക് ഒരു തൊഴിൽ മാർഗമായി, ഇതിലൂടെ വിറ്റ് കിട്ടുന്നത് നമുക്കൊരു ചെറിയ വരുമാനമായി. എന്തുകൊണ്ടും നമ്മൾ ചെയ്യണത് ഒരു നന്മയാണ് സമൂഹത്തിൽ. പക്ഷേ ഇത്രയും വേസ്റ്റ് നമ്മൾ എവിടെ നിന്ന് ഒപ്പിക്കും? അത് കിട്ടും. അതിപ്പോൾ നമ്മൾ ഒരു ബോർഡ് വെക്കും നമ്മുടെ ഗേറ്റിൽ,
എന്താ വേസ്റ്റുകൾ ഇവിടെ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെക്കും. പിന്നെ ഇതിപ്പോൾ എല്ലാവരും വേസ്റ്റ് ഇവിടെ കളയാൻ സിറ്റിയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവിടെ ഇവിടെ വേസ്റ്റ് കളയാൻ പറ്റാതെ. അപ്പോൾ അവരൊക്കെ അറിഞ്ഞറിഞ്ഞ് പിന്നെ വേസ്റ്റ് ഇവിടെ കൊണ്ടുപോയി. പിന്നെ നമ്മളിവിടെ ഒരു ഏരിയ വേസ്റ്റ് ഇടാനായിട്ടൊരു ഇതൊക്കെ വെക്കണം. ഒരു കാര്യം കൂടി ചെയ്യാം. ക്ലീറ്റോന്റെ ഫോണിൽ മറ്റേ എന്താ വാട്സപ്പോ കിഡ്സപ്പോ അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, അതിലെന്താണ്ടും വീഡിയോ ഒക്കെ വന്നില്ല, അതേപോലെ ഒരു വീഡിയോ. അതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പിൽ ഞാനൊരു ഇത് പറയുന്നുണ്ട്, ഒരു വിവരണം കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഈ നിർമ്മാർജ്ജന പദ്ധതിയെക്കുറിച്ച്. അത് കൊടുക്കുമ്പോൾ അത് നമ്മളെ എല്ലാ ഗ്രൂപ്പുകളിലും അത് സെൻഡ് ചെയ്യും. പിന്നെ നമുക്ക് പരമാവധി പരസ്യം, മൗത്ത് പബ്ലിസിറ്റി. ഇതിപ്പോൾ ഒരാളിത് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അടുത്ത ആളോട് പറയും, പിന്നെ ആൾക്കാർ തേടി ഇവിടെ വരും. പിന്നെ ഒന്ന് ഡെവലപ്പായി കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ പിക്കപ്പ് ഓട്ടോ എടുക്കുന്നു, വീടുകളിൽ പോയി വേസ്റ്റ് കളക്ട് ചെയ്യും. അപ്പോൾ അവർ കൊണ്ട് ഒളിച്ചും പാത്തുമൊക്കെ കളയണ ആ ചിലവ് കുടുംബശ്രീയിലൊക്കെ ഞാൻ പറയാം, പറയണം. ഇനി വേസ്റ്റുകൾ കളയരുത്, പരമാവധി വേസ്റ്റ് നമ്മൾ ഇവിടെ ശേഖരിച്ചു വെക്കണം. പിന്നെ പകൽ എനിക്ക് പണിയില്ലല്ലോ, ഞാൻ പോവാം, അടുത്ത വീടുകളിലൊക്കെ പോയി ഞാൻ എടുക്കാം. എടുത്തോ മെഷീൻ ഒരു 4 ദിവസത്തിന് പൈസ അടച്ചു കഴിഞ്ഞാൽ 4 ദിവസത്തിനകത്ത് മെഷീൻ കിട്ടും. മെഷീൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കും കുറച്ച് ചെടി പൈസ 10,000 രൂപ നമ്മൾ എവിടെ നോക്കിക്കും, നമുക്ക് റെഡിയാക്കാം. ഒരു കാര്യം ചെയ്യാം, നീ മനസ്സ് വെച്ചാ എന്റെ ഇല്ല, മറ്റേ ആ മാല ഇരിപ്പുണ്ടല്ലോ കൊച്ചിനൊന്ന് കിട്ടിയത്, 10 രൂപ കിട്ടും. പിന്നെ അല്ല ബാക്കി ഞാൻ വേറെ വഴി കണ്ടിട്ടുണ്ട്, ഞാൻ പിന്നെ പറയാം. പിന്നെ ബേക്കറികളിലും ഹോട്ടലിലൊക്കെ ചെന്ന് പറ. തങ്ക അതൊക്കെ ഞാനും അൻസറും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞങ്ങള് ഇതെല്ലാം ചെയ്യുവാണെങ്കിൽ അതതിന്റെ വൃത്തിക്ക് ഒന്ന് പാർട്ടിയിൽ നിന്ന് ഒരു ചെറിയൊരു ഇടവേള നല്ല കാര്യം അല്ലേ? ഇതായിരിക്കും ദൈവം നമുക്ക് കാണിച്ചെന്ന. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും എന്ന് പറയില്ലേ, ഇത് ചിലപ്പോൾ ചരിത്രത്തിന്റെ ഒരു താളുകളിൽ ഒരു വലിയൊരു വിഷയമായി മാറും.